ബാക്ക് ടു എജുപോഡ്. അപ്പൊ എന്താടാ പോസ്റ്റർ എന്ന് കേട്ടിട്ടില്ലേടാ? നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റർ. പോസ്റ്റർ എഴുതാൻ നമുക്ക് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ പോസ്റ്റർ പഠിപ്പിച്ച് സെറ്റ് ആക്കാനാടാ മിസ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ എത്രയുള്ള പോസ്റ്റർ ആണ് സാധാരണ നമ്മളോട് ചോദിക്കാറുള്ളത്? എങ്ങനെയാണ് ആ പോസ്റ്റർ എഴുതേണ്ടത്, ആ പോസ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെ എന്ത് ചെയ്യണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നിങ്ങൾക്ക് അതിൽ കാണാം പോസ്റ്റർ എന്ന 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 4 മാർക്ക് നമുക്ക് പോസ്റ്ററിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ, നമുക്കറിയാം 4 മാർക്കിനാണ് ഡയറി ലെറ്റർ ഒക്കെ ചോദിക്കാം, പക്ഷെ അവയേക്കാളൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പോസ്റ്ററിന് 4 മാർക്ക് മേടിച്ചെടുക്കാൻ പറ്റും. സോ ഈ പോസ്റ്റർ എന്നുള്ള കാര്യത്തിൽ, അതായത് പോസ്റ്റർ എന്ന ക്വസ്റ്റ്യനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ നിങ്ങൾക്കറിയാം എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാം നടക്കുന്നു, അതായത് ആ പ്രോഗ്രാം നിങ്ങളുടെ സ്കൂൾ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാം മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട്, മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പോസ്റ്റർ ഉണ്ടാക്കേണ്ടത് അല്ലെ. അപ്പൊ ആ പോസ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് നോക്കിക്കേടാ. അപ്പൊ നമുക്ക് എന്താണ്, ഇത് സിമ്പിൾ ആയിട്ട് മാർക്ക് മേടിക്കാം. കാരണം പോസ്റ്ററിലേക്ക് വേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. സാധാരണ പറയാറുണ്ട് ക്വസ്റ്റ്യൻ അങ്ങോട്ട് ആൻസർ ആയിട്ട് എഴുതി വെക്കാന്നില്ല. അതായത് ക്വസ്റ്റ്യൻ എഴുതിയാൽ മാർക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത, ഈ ഒരു പോസ്റ്റർ ക്വസ്റ്റ്യന് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതി വെച്ചാൽ മതി, മാർക്ക് കിട്ടും. എങ്ങനെയെന്നല്ലേ? ദാ ഇങ്ങനെ നോക്കിക്കേടാ. യെസ്, ആദ്യം നമ്മൾ എഴുതേണ്ടത് കാര്യക്രം, അതായത് എന്താണ് പ്രോഗ്രാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ തരും ഇന്ന പ്രോഗ്രാം എന്ന് കറക്റ്റ് ആയിട്ട് തരും. നിങ്ങളുടെ സ്കൂളിൽ ഈ ദിവസം ഈ പ്രോഗ്രാം നടക്കുന്നു. അപ്പൊ ആ പ്രോഗ്രാം എന്താ? ചിലപ്പോൾ അതായത് ചിലപ്പോൾ എന്തായിരിക്കും, ഒരു ഫിലിം ഫെസ്റ്റിവൽ ആയിരിക്കും, ചിലപ്പോൾ ഒരു സെമിനാർ ആയിരിക്കും, ചിലപ്പോൾ എന്താണ് വല്ല നാടകമോ കാര്യങ്ങളായിരിക്കും. അപ്പൊ ആ എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് ഒരു ബോക്സ് വരച്ചിട്ട് മുകളിൽ കാര്യക്രം എന്നല്ല എഴുതി വെക്കേണ്ടത്, എന്താണ് പ്രോഗ്രാം അതാണ് നമ്മൾ എഴുതേണ്ടത്. അതിനുശേഷം വിഷയം അഥവാ സബ്ജക്റ്റ്. ഇനിയിപ്പോ ഫിലിം ഫെസ്റ്റിവൽ ആണെങ്കിൽ ഒരു ഫിലിം, അതായത് ഒരു ഫിലിം കാണിച്ചു കൊടുക്കും അല്ലെ. അപ്പൊ ആ ഫിലിം ഏതാണ്, അതായത് അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഇനിയിപ്പോ സെമിനാർ ആണെങ്കിൽ ആ സെമിനാറിന്റെ വിഷയം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. പിന്നെ ഒരു നാടകം നടക്കുന്നുണ്ടെങ്കിൽ എന്താ, ആ നാടകം ഏതാണ് നാടകത്തിന്റെ പേര് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യാ, ആദ്യം തന്നെ നാടകമാണെങ്കിൽ എന്ത് ചെയ്യാം, അതായത് ഇപ്പൊ സെമിനാർ ആണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സെമിനാർ എന്ന് എഴുതുന്നു. അതിനുശേഷം ആ സെമിനാറിന്റെ സബ്ജക്റ്റ് നമ്മൾ എഴുതുന്നു. അതിനുശേഷം താരീഖ് അഥവാ ഡേറ്റ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും എന്താ, ഈ ഒരു ദിവസത്തെ ആസ്പദമാക്കി എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതായത് ഒരു സെമിനാർ നടക്കുന്നുണ്ട്. അപ്പൊ ഡേറ്റ്, പ്രത്യേകമായിട്ടൊരു ഡേറ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടേക്ക് എടുത്ത് എഴുതാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡേറ്റ് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ടൈമാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈം, ഓക്കെ, രാവിലെ ആണെങ്കിൽ രാവിലെ കൊടുക്കാം, ദെൻ ഉച്ചയ്ക്ക്, വൈകുന്നേരം. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സമയം കൊടുക്കാം. അതിനുശേഷം ഒരു പ്ലേസ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്കൂൾ കണ്ടക്ട് ചെയ്യുന്ന എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അപ്പൊ നിങ്ങളുടെ സ്കൂളാണ് സ്ഥലം. അപ്പൊ സ്കൂൾ ഹാളിലെ, സ്കൂൾ ഓഡിറ്റോറിയം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന പ്ലേസ് ആയിട്ട് കൊടുക്കാം. അതിനുശേഷം സബ്കാ സ്വാഗത്, എല്ലാരെയും വെൽക്കം ചെയ്യുന്നു എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. കിട്ടിയില്ലേ 4 മാർക്ക്? ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് കിട്ടൂടാ മാർക്ക്. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ഈ മിസ് എന്താ പറയുന്നത്, ക്വസ്റ്റ്യൻ എഴുതാൻ മാർക്ക് കിട്ടിയോ? നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. आपके स्कूल में ज्ञान मार्ग एकांकिका मंचन होना वाला है. നിങ്ങളുടെ സ്കൂളിൽ ജ്ഞാൻ മാർഗ് എന്ന നാടകം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. इसकी सूचना देते हुए एक पोस्टर तैयार करें. അപ്പം ഇതിന് എന്ത് ചെയ്യണം, ഇതിന് ആളുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് പോസ്റ്റർ തയ്യാറാക്കണം. അപ്പൊ നമ്മൾ പോസ്റ്ററിൽ ആദ്യം എഴുതുന്നത് കാര്യക്രം, പ്രോഗ്രാം എന്താണ്? യെസ്, ഏകാംഗിയാണ് പ്രോഗ്രാം. ഏതാ സബ്ജക്ട് ഏതാ? യെസ്, ജ്ഞാൻമാർഗാണ് സബ്ജക്ട്. 2 കാര്യം കിട്ടിയില്ലേ? ഇനിയിപ്പോ ഡേറ്റ് തന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം. സമയം തന്നിട്ടുണ്ടോ? സമയം തന്നിട്ടില്ല. പക്ഷെ പ്ലേസ് ഇവിടെ ആപ്കെ സ്കൂൾ എന്ന് തന്നിട്ടില്ല, അപ്പൊ സ്കൂൾ ഓഡിറ്റോറിയം കൊടുക്കാം.
സ്വാഗതം ചെയ്യുന്നു. കിട്ടിയേടാ 4 മാർക്ക്. അപ്പൊ നോക്കിക്കേടാ, അസ്ഗർ വസാഹത്ത് കാ ഏകാംഗി. അതായത് ഗ്യാൻമാർഗ് തന്നുകൊണ്ട് ഗ്യാൻമാർഗ് എഴുതിയ ആൾ ആരാണ്? അസ്ഗർ വസാഹത്താണ്. അതുകൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്തത്. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏകാംഗി എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഏകാംഗി നമ്മൾ കൊടുത്തു. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ട് കേട്ടോ. അതാ ക്വസ്റ്റ്യനിലുള്ള കാര്യമാണ് കൊടുത്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഗ്യാൻമാർഗ് സബ്ജക്റ്റ് അല്ലെ. സബ്ജക്റ്റ് നമ്മൾ കൊടുത്തു. എന്താണ് ഏകാംഗിയുടെ സബ്ജക്റ്റ്? ഗ്യാൻമാർഗ് എന്ന ആ നാടകമാണ് നടക്കാൻ പോകുന്നത്. തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡേറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പൊ മാം ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇതന്നെ നിങ്ങൾ കൊടുക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഡേറ്റ് നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ കൊടുത്ത ഡേറ്റ് സമയം എന്ന് പറയുന്നത് ഷാം 4 ബജെയാണ്, ഈവനിങ് ആണ്. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ടും കുറച്ച് വേർഡ്സ് ഓർത്ത് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് മോർണിംഗ് ആണെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കാം? സുബഹ് എന്ന് കൊടുക്കാം. ഉച്ചയ്ക്കാണെങ്കിൽ എന്ത് കൊടുക്കാം? ദോപഹർ എന്ന് കൊടുക്കാം. ദെൻ ഈവനിങ് ആണെങ്കിൽ ഷാം കൊടുക്കാം. രാത്രി ആണെങ്കിലോ രാത് എന്ന് കൊടുക്കാം. അപ്പൊ ഇതെന്ത് ചെയ്യുക? ഇത് നിങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് ഓർത്ത് വെക്കുക. ഇതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സമയം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഷാം 4 ബജെ എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു എവിടെയാണ്? നിങ്ങളുടെ സ്കൂളാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? സ്കൂൾ സഭാഭവൻ മേ എന്ന് കൊടുക്കാം. സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പ്രോഗ്രാം നടക്കുന്നത്. സബ്കാ സ്വാഗത്, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്തു? 4 മാർക്ക് നമ്മൾ മേടിച്ചു. യെസ്, അപ്പൊ സിമ്പിൾ അല്ലേടാ? പോസ്റ്റർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ട് അങ്ങോട്ട് ചാടി വീണേക്ക് എഴുതിയിട്ടൊക്കെ 4 മാർക്ക് മേടിച്ചോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? ആദ്യം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പോസ്റ്ററിൽ വേണ്ടതെന്ന് ഒന്ന് ഓർത്തെടുക്കുക. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുന്നു, ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇങ്ങോട്ട് പകർത്തി എഴുതുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ സംഭവം സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്, അപ്പൊ എന്ത് ചെയ്യാം? ഇതെന്തായാലും പഠിക്കാൻ നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് വരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ ഇതിൽ വരുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടത് മാത്രമാണ്. നിങ്ങളെ A+ലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ ഇവിടെ തന്നെ കാണാൻ പെട്ടെന്ന് തന്നെ വരും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് മിസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.